ശ്രീ ശങ്കരഭഗവത്പാദർ രചിച്ച അദ്വൈത അനുഭൂതി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 16-ാം ശ്ലോകം. ഇനിയും സ്ഥൂലരൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം അദ്വൈത ബോധ വസ്തുവിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ പകർത്തി എന്ന് വരില്ലേ? ഒരിക്കലുമില്ല. അഹി നിർവയനീജാതഃ ശുച്യാദിർനാഹി മാപ്നുയാത് തഥാ സ്ഥൂലാദിസംഭൂതഃ ശുച്യാദിർനാപ്നുയാദിമം. അഹി നിർവയനീജാതഃ പാമ്പിൻ്റെ ചട്ടയ്ക്കുണ്ടാകുന്ന ശുച്യാദിഹി വൃത്തിയോ വൃത്തിഹീനതയോ അഹിം ന ആപ്നുയാത് പാമ്പിനെ സ്പർശിക്കുന്നതേയില്ല. തഥാ അതുപോലെ സ്ഥൂലാദിസംഭൂത സ്ഥൂല സൂക്ഷ്മങ്ങളായ പ്രപഞ്ചരൂപങ്ങൾക്ക് വന്നു ചേരുന്ന ശുച്യാദിഹി ശുചിത്വാദി ഗുണങ്ങളൊന്നും ഇമം ഈ ആത്മാവിനെ ന ആപ്നുയാത് സ്പർശിക്കുന്നതേയില്ല. പാമ്പിൻ്റെ ചട്ടയ്ക്കുണ്ടാകുന്ന വൃത്തിയോ വൃത്തിഹീനതയോ പാമ്പിനെ സ്പർശിക്കുന്നതേയില്ല. അതുപോലെ സ്ഥൂല സൂക്ഷ്മങ്ങളായ പ്രപഞ്ചരൂപങ്ങൾക്ക് വന്നു ചേരുന്ന ശുചിത്വാദി ഗുണദോഷങ്ങളൊന്നും ഈ ആത്മാവിനെ സ്പർശിക്കുന്നതേയില്ല. ശുച്യാദിർനാപ്നുയാദിമം ശുചിത്വാദി ഗുണദോഷങ്ങളൊന്നും ബോധരൂപനായ ആത്മാവിനെ സ്പർശിക്കുന്നില്ല. എന്തിൻ്റെ? സ്ഥൂല സൂക്ഷ്മങ്ങളായ പ്രപഞ്ചരൂപങ്ങളുടെ. പാമ്പിന് ചട്ട വന്നു ചേരുന്നത് പോലെ ബോധത്തിന് വന്നു ചേരുന്നവയാണ് കാരണ സൂക്ഷ്മ സ്ഥൂലദേഹങ്ങൾ എന്ന പ്രപഞ്ചരൂപങ്ങൾ. ചട്ടയുടെ വൃത്തിയോ വൃത്തിഹീനതയോ പാമ്പിനെ ബാധിക്കുന്നതേയില്ല. അതുപോലെ കാരണ സൂക്ഷ്മ സ്ഥൂലദേഹങ്ങളുടെ ഗുണദോഷങ്ങളൊന്നും ആത്മാവിനെയും ബാധിക്കുന്നില്ല. ഉറങ്ങാൻ ഉപകരിക്കുന്നതാണ് കാരണദേഹം. അജ്ഞാനമാണ് അതിൻ്റെ ദോഷം. സ്വപ്നം കാണാൻ ഉപകരിക്കുന്നതാണ് സൂക്ഷ്മദേഹം അഥവാ അന്തഃക്കരണം. കാമക്രോധാദിയാണ് അതിൻ്റെ ദോഷം. ബാഹ്യവ്യവഹാരത്തിന് ഉപകരിക്കുന്നതാണ് മാംസ അസ്ഥിമയമായ സ്ഥൂലദേഹം. ജന്മമൃത്യുജരാവ്യാധികളാണ് അതിൻ്റെ ദോഷങ്ങൾ. ദേഹങ്ങളുടെ ഈ ഗുണദോഷങ്ങളൊന്നും ആത്മാവിനെ യഥാർത്ഥത്തിൽ ബാധിക്കുന്നതേയില്ല. അവയെ വേർപെടുത്തുമ്പോൾ ഇക്കാര്യം സ്പഷ്ടമായി തെളിയുന്നു. ജ്ഞാനികൾ ഇതനുഭവിച്ച് ബോധ്യപ്പെടുന്നു. 17-ാം ശ്ലോകം. ത്യക്താം ത്വചമഹിര്യദ്വദാത്മത്വേന ന മന്യത്തെ ആത്മത്വേന സദാ ജ്ഞാനീ ത്യക്തദേഹത്രയം യഥാ. അഹിഹി പാമ്പ്. ത്യക്താം ത്വചം ഊരിക്കളഞ്ഞ ചട്ടയെ ആത്മത്വേന ന മന്യത്തെ യദ്വത് തൻ്റേതായി പിന്നെ കരുതാതിരിക്കുന്നതുപോലെ ജ്ഞാനി ആത്മനിഷ്ഠ ഉറപ്പുവന്ന ജ്ഞാനി തഥാ അതേവിധം ത്യക്തദേഹത്രയം ഉപേക്ഷിച്ചു കഴിഞ്ഞ 3 ദേഹത്തെയും സദാ ഒരിക്കലും ആത്മത്വേന തൻ്റേതായി കരുതുന്നതേയില്ല. ഊരിക്കളഞ്ഞ ചട്ടയെ പാമ്പ് തൻ്റേതായി പിന്നെ കരുതാതിരിക്കുന്നതുപോലെ ആത്മനിഷ്ഠ ഉറപ്പുവന്ന ജ്ഞാനി അതേവിധം ഉപേക്ഷിച്ചു കഴിഞ്ഞ 3 ദേഹത്തെയും ഒരിക്കലും തൻ്റേതായി കരുതുന്നില്ല. ത്യക്തദേഹത്രയം തഥാ ഉപേക്ഷിച്ചു കഴിഞ്ഞ 3 ദേഹത്തെയും ആത്മാവ് പിന്നെ ഒരിക്കലും തൻ്റേതായി കാണുന്നില്ല. ഏതുപോലെ? ഊരിക്കളഞ്ഞ ചട്ടയെ പാമ്പ് തൻ്റേതായി കാണാതിരിക്കുന്നത് പോലെ. കൊട്ടത്തേങ്ങയിൽ ചിരട്ടയും പരിപ്പും വേർപെടുന്നത് പോലെ വ്യക്തമായി ജഡദേഹവും ആത്മാവും വേർപെട്ട് അനുഭവിക്കുന്നതാണ് ജ്ഞാനനിഷ്ഠ. ജ്ഞാനമുറപ്പു വന്നതോടെ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത അഖണ്ഡബോധ സത്യമാണെന്നാണ് അനുഭവിക്കുക. ഇതിന് മുൻപൊരിക്കലും ജഡവുമായി ബന്ധം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നാണ് അനുഭവം. പിന്നെ എങ്ങനെയാണ് ജഡത്തിൻ്റെ ഗുണദോഷങ്ങൾ ആത്മാവിനെ ബാധിക്കുക?
ദേഹമൊക്കെ വിട്ടുപോയാൽ പിന്നെ ആത്മാവ് നിലനിൽക്കുമോ എന്നാണ് ചില മന്ദബുദ്ധികളുടെ സംശയം. അതിനുള്ള മറുപടിയാണ് ഇനി. ദേഹമൊക്കെ വിട്ടുപോയാൽ പിന്നെ ആത്മാവ് നിലനിൽക്കുമോ എന്നാണ് ചില മന്ദബുദ്ധികളുടെ സംശയം. അതിനുള്ള മറുപടിയാണ് ഇനി. 18-ാം ശ്ലോകം. അഹി നിർവയനീനാശാദഹേർനാശോ യഥാ നഹി ദേഹത്രയ വിനാശേന നാത്മനാശസ്തഥാ ഭവേത്. അഹി നിർവയനീനാശാത്. അഹി നിർവയനീനാശാത്. പാമ്പിൻ്റെ ചട്ട നശിച്ചു പോകുന്നത് കൊണ്ട് യഥാ അഹേഹേ നാശഹ നഹി. ഇപ്രകാരമാണോ പാമ്പിന് നാശം സംഭവിക്കാതിരിക്കുന്നത്? തഥാ അപ്രകാരം ദേഹത്രയ വിനാശേന 3 ദേഹങ്ങളും നശിക്കുന്നത് കൊണ്ട് ആത്മനാശഃ ന ഭവേത്. ആത്മാവിന് നാശം സംഭവിക്കുന്നതേയില്ല. പാമ്പിൻ്റെ ചട്ട നശിച്ചു പോകുന്നത് കൊണ്ട് എപ്രകാരമാണോ പാമ്പിന് നാശം സംഭവിക്കാതിരിക്കുന്നത്, അപ്രകാരം 3 ദേഹങ്ങളും നശിക്കുന്നത് കൊണ്ട് ആത്മാവിന് നാശം സംഭവിക്കുന്നതേയില്ല. ന ആത്മനാശസ്തഥാ ഭവേത്. അതുപോലെ ആത്മാവിന് നാശമൊന്നും സംഭവിക്കുന്നില്ല. ഏതുപോലെ? പാമ്പിന് നാശമൊന്നും സംഭവിക്കാതിരിക്കുന്നത് പോലെ. എപ്പോൾ? ചട്ട വിട്ടുപോയാലും പാമ്പ് നശിക്കുന്നില്ല. അതുപോലെ 3 ദേഹങ്ങളും വിട്ടുപോയാലും ബോധത്തിന് നാശമൊന്നും സംഭവിക്കുന്നില്ല. ദേഹങ്ങൾ ആത്മാവിൽ അജ്ഞാനം കൊണ്ടുണ്ടെന്ന് തോന്നിയിരുന്ന അവിദ്യാകാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി വായിക്കാം. ദേഹങ്ങൾ ആത്മാവിൽ അജ്ഞാനം കൊണ്ട് ഉണ്ടെന്ന് തോന്നിയിരുന്ന അവിദ്യാകാര്യങ്ങളാണ്. കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നത് പോലെ. അജ്ഞാനമെന്ന കാരണം മാറിയതോടെ കാര്യങ്ങളായ ദേഹങ്ങളും വിട്ടുപോയി. ജ്ഞാനസ്വരൂപമായ വസ്തു തെളിയുകയും ചെയ്തു. ഇവിടെ ദേഹം വിട്ടുപോയത് അനുഗ്രഹമായി കരുതാനേയുള്ളൂ. ദേഹം വിട്ടുപോയത് അനുഗ്രഹമായി കരുതാനേയുള്ളൂ. ദേഹത്തിൻ്റെ ഗുണദോഷങ്ങളൊക്കെ ആത്മാവിനുണ്ടെന്ന് തോന്നുന്നത് അജ്ഞത കൊണ്ടുള്ള ഭ്രമം മാത്രമാണ്. 19-ാം ശ്ലോകം. തക്രാദിലവണോപേതം അജ്ഞൈർലവണവദ്യഥ ആത്മാ സ്ഥൂലാദി സംയുക്തോ ദൂഷ്യത്തെ സ്ഥൂലകാദിവത്. ലവണോപേതം ഉപ്പു കലർന്ന തക്രാദി മോരും മറ്റും അജ്ഞൈഹി അറിവില്ലാത്തവർ യഥാ എപ്രകാരമാണോ ലവണവത് ഉപ്പായി തന്നെ കരുതുന്നത് സ്ഥൂലാദി സംയുക്ത ആത്മാ അതുപോലെ സ്ഥൂലാദി ദേഹത്തോടു കൂടിയ ആത്മാവും സ്ഥൂലകാദിവത് ദൂഷ്യത്തെ സ്ഥൂലാദി ശരീരമാണെന്ന് വ്യവഹരിക്കപ്പെടുന്നു. ഉപ്പു കലർന്ന മോരും മറ്റും അറിവില്ലാത്തവർ എപ്രകാരമാണോ ഉപ്പായി തന്നെ കരുതുന്നത് അതുപോലെ സ്ഥൂലാദി ദേഹത്തോടു കൂടിയ ആത്മാവും സ്ഥൂലാദി ശരീരമാണെന്ന് വ്യവഹരിക്കപ്പെടുന്നു. ദൂഷ്യത്തെ സ്ഥൂലകാദിവത് സ്ഥൂല ശരീരവും സ്ഥൂല ശരീരമായും മറ്റും വ്യവഹരിക്കപ്പെടുന്നു. എന്ത്? ആത്മാവ്. എപ്പോൾ? ആത്മാവിന് സ്ഥൂല ശരീരവുമായും മറ്റും ബന്ധമുണ്ടാകുമ്പോൾ. ഏതുപോലെ? ഉപ്പു കലർന്ന മോരും മറ്റും ഉപ്പായി തന്നെ കണക്കാക്കപ്പെടുന്നത് പോലെ. ഉപ്പൽപ്പം കൂടിയ മോരിനെ ചിലർ ഇത് ഉപ്പു തന്നെ എന്നും മറ്റും പറയാറുണ്ടല്ലോ. ഇവിടെ മോര് സ്പഷ്ടമായി കാണുവാനുണ്ടെങ്കിലും അതിനെ വിസ്മരിച്ചിട്ടെന്ന പോലെയാണ് വ്യവഹരിക്കുന്നത്. ജഡദേഹവുമായി കലർന്നു നിൽക്കുന്ന ആത്മാവിനെക്കുറിച്ചും മന്ദബുദ്ധികൾ വ്യവഹരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ദുഃഖിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ദേഹമാണെന്ന മട്ടിലാണ് വ്യവഹാരം. ഞാനുണ്ട് എന്നിങ്ങനെ ഉണ്മ അനുഭവിക്കുന്ന ബോധം സ്പഷ്ടമായി തന്നെ തെളിയുന്നുമുണ്ട്. എങ്കിലും ഉപ്പുകലർന്ന മോരിൽ മോര് വിസ്മരിക്കപ്പെടുന്നത് പോലെ ആത്മാവിനെ വിസ്മരിച്ചിട്ടാണ് ദേഹബുദ്ധികൾ വ്യവഹരിക്കുന്നത്. ആത്മാനാത്മ വിവേകമില്ലാത്ത മന്ദബുദ്ധിത്വമാണ് ഇതിന് കാരണമെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ ഭ്രമവ്യവഹാരത്തിന് ഒരു ദൃഷ്ടാന്തം കൂടി നൽകി അത് വ്യക്തമാക്കി തരുകയാണ് 20-ാം പദ്യത്തിൽ. അയഃ കാഷ്ഠാദികം യദ്വത്
വഹ്നിവദ്വഹ്നിയോഗതഃ ഭാതി സ്ഥൂലാദികം സർവമാത്മവത് സ്വാത്മയോഗതഃ. വഹ്നിയോഗതഃ അഗ്നിയുമായി കൂടിച്ചേരുമ്പോൾ യദ്വത് ഏതുപോലെയാണോ അയഹ കാഷ്ഠാദികം ഇരുമ്പ് കഷണവും തടിക്കഷണവും മറ്റും വഹ്നിവത് അഗ്നിയെപ്പോലെ കണക്കാക്കപ്പെടുന്നത് സ്വാത്മയോഗതഃ ആത്മാവുമായുള്ള ബന്ധം നിമിത്തം സ്ഥൂലാദികം സർവം സ്ഥൂല സൂക്ഷ്മാദി ജഡദേഹങ്ങളെല്ലാം ആത്മവത് ഭാതി ആത്മാവിനെപ്പോലെ കണക്കാക്കപ്പെടുന്നു. അഗ്നിയോട് കൂടിച്ചേരുമ്പോൾ ഏതുപോലെയാണോ ഇരുമ്പ് കഷണവും തടിക്കഷണവും മറ്റും അഗ്നിയെപ്പോലെ കണക്കാക്കപ്പെടുന്നത് അപ്രകാരം ആത്മാവുമായുള്ള ബന്ധം നിമിത്തം സ്ഥൂല സൂക്ഷ്മാദി ജഡദേഹങ്ങളെല്ലാം ആത്മാവിനെപ്പോലെ കണക്കാക്കപ്പെടുന്നു. ആത്മവത് സ്വാത്മയോഗതഃ ആത്മാവുമായുള്ള ബന്ധം നിമിത്തം ആത്മാവിനെപ്പോലെ തന്നെ കണക്കാക്കപ്പെടുന്നു. എന്ത്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഏതുപോലെ ഇരുമ്പ് കഷണവും തടിക്കഷണവും മറ്റും അഗ്നിയോടുള്ള ബന്ധം നിമിത്തം അഗ്നിയെപ്പോലെ കരുതപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കഷണം മുൻപിൽ കണ്ടാൽ അത് അഗ്നിയെപ്പോലെ കരുതപ്പെടുന്നു. അത് തീയാണ്, തുടരുത് എന്നും മറ്റും പറയാറുണ്ടല്ലോ. അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറകു കഷണത്തെക്കുറിച്ചും ആ രീതിയിൽ സംസാരിക്കാറുണ്ട്. അതേവിധമാണ് ആത്മാവിനോടുള്ള ചേർച്ച കൊണ്ട് ദേഹങ്ങളെയും ആത്മാവായി കണക്കാക്കുന്നത്. ഞാൻ അജ്ഞനാണ് എന്ന് പറയുമ്പോൾ കാരണശരീരത്തെ ആത്മാവായി കണക്കാക്കുന്നു. ഞാൻ കോപിയാണ്, കാമിയാണ്, ലോഭിയാണ് എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷ്മശരീരത്തെ ആത്മാവായി കണക്കാക്കുന്നു. ഞാൻ തടിച്ചവനാണ്, മെലിഞ്ഞവനാണ് എന്നൊക്കെ പറയുന്നിടത്ത് സ്ഥൂല ശരീരത്തെ ആത്മാവായി കണക്കാക്കുന്നു. ഇരുമ്പ് കഷണത്തിനോ തടിക്കോ ഒരിക്കലും തീയാകാൻ പറ്റില്ലെന്ന് തീർച്ചയല്ലേ? അതുപോലെ ജഡദേഹത്തിനൊരിക്കലും ബോധാത്മാവാകാൻ സാധ്യമല്ല. അപ്പോൾ ജഡദേഹങ്ങളെ വേർതിരിക്കാൻ കഴിയാത്ത അജ്ഞാനം നിമിത്തം ദേഹങ്ങളിൽ ആത്മത്വം വെറുതെ ആരോപിച്ചിട്ടാണ് ഇത്തരം വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നതെന്ന് സ്പഷ്ടം. ഇങ്ങനെ എല്ലാ ലോകവ്യവഹാരങ്ങളും ആത്മാവിൽ ജഡത്വവും ജഡത്തിൽ ആത്മത്വവും ആരോപിക്കുന്ന അജ്ഞതയുടെ ഫലമാണെന്ന് കാണേണ്ടതാണ്. അല്പം വിചാരം ചെയ്യുന്ന ഒരാൾക്ക് ബോധാത്മാവ് ഒരിക്കലും ജഡമോ ജഡമൊരിക്കലും ബോധമോ ആകാൻ സാധ്യമല്ലെന്ന് തെളിയുന്നതാണ്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.